ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെൺകുട്ടികൾക്ക് ചില സമയത്ത് തോന്നാറുണ്ട് നമ്മുടെ ഇടതുവശത്തെ ബ്രസ്റ്റ് ഇച്ചിരി വലുതും വലതുവശത്തെ ബ്രസ്റ്റ് ഇച്ചിരി ചെറുതുമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, നമ്മുടെ ബോഡി ഹെയറിനെ കുറിച്ചിട്ട്, ബോഡി ഓർഡറിനെ കുറിച്ചിട്ട്, യൂടിഐനെ കുറിച്ചിട്ട്. അങ്ങനെ പെൺകുട്ടികൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിനെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. നമ്മുടെ ഇടതുവശത്തെ ബ്രസ്റ്റ് വലതുവശത്തെ ബ്രസ്റ്റിനേക്കാളും ഇച്ചിരി വലിപ്പം കൂടുതലായിരിക്കും. ഇത് സ്വാഭാവികമാണ്. നമ്മൾ ഭൂരിഭാഗം സ്ത്രീകളുടെയും ഈ ബ്രസ്റ്റ് സൈസിലും ഷേപ്പിലും എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലരുടെ ബ്രസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ വശത്തേക്ക് രണ്ടും പോയിന്റഡ് ആയിരിക്കും, ഈസ്റ്റും വെസ്റ്റും ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നമ്മുടെ ഈ ഷോൾഡറിനോട് അടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ രണ്ടും താന്ന് ഇരിക്കുന്ന ബ്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ നല്ല പൊന്തിയിരിക്കുന്ന ബ്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലീവേജിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ട് ഈ സൈഡിലോട്ടുള്ള ബ്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ അടുത്ത ബ്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും, അല്ലെങ്കിൽ വലതുവശത്ത് വലുതും ഇടതുവശത്ത് ചെറുതും, അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഓരോരുത്തരുടെയും ബ്രസ്റ്റിനും ഓരോ ഷേപ്പായിരിക്കും. ഇതെല്ലാം സ്വാഭാവികമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ബോഡി ഷേപ്പും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് പലതരത്തിലുള്ള ബോഡി ഷേപ്പ് ഉണ്ട്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ ഹവർ ഗ്ലാസ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, അങ്ങനെ വ്യത്യസ്ത ഷേപ്പുകളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മുഖം വ്യത്യസ്തം എന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഓരോ പാർട്സും അല്ലെങ്കിൽ ശരീരഘടനയിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഓൺലൈനിലൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന ഓരോരുത്തർ ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളത് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതത്ര ഭംഗിയായിട്ട് തോന്നത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര ഷേപ്പ് കിട്ടത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ബോഡി കളറാണ്. അപ്പം നമുക്ക് ചില സമയത്ത് ഓരോ പാർട്സിനും ഓരോ കളറായിരിക്കും. ഇപ്പം മുഖത്തിൻ്റെ കളറായിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ കളറായിരിക്കില്ല നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ നമ്മുടെ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത കളറുള്ളവരുണ്ട്. നമ്മുടെ വജൈനൽ ഏരിയയിൽ ചിലപ്പോൾ ഒരു കളറായിരിക്കാം, നമ്മുടെ ഈ അണ്ടർ ആംസ് ഏരിയയിൽ ഒരു കളറായിരിക്കാം. പക്ഷേ നമ്മൾ ഭയങ്കര വെളുത്ത് തുടുത്തിരിക്കുന്നവരായിരിക്കാം, പക്ഷേ ഈ ഏരിയയൊക്കെ വേറെ വ്യത്യസ്ത കളറായിരിക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേസും കാൽപാദവും ഒക്കെ ഭയങ്കര ഡാർക്ക് കളറാണ്. പക്ഷേ അവളുടെ കാലിൻ്റെ ബോഡി പാർട്സും കാലും അവളുടെ ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല വെളുത്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ബോഡി പാർട്സിനും ഓരോ കളറായിരിക്കാം. അതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ സൺ എക്സ്പോഷറൊക്കെ ഉള്ള ഭാഗത്താണെങ്കിൽ നമുക്കത് സൺസ്ക്രീൻ ഇട്ടിട്ട് മാറ്റാം. ഇനിയിപ്പോൾ വജൈനൽ ഏരിയ ഡാർക്കനാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കൂടുതൽ പാക്കോ അല്ലെങ്കിൽ DIYs ഒന്നും ട്രൈ ചെയ്യേണ്ട. കാരണം ഇതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കാരണമൊക്കെയാണ്. ഞാൻ ചിലത് കേട്ടിട്ടുണ്ട്, നമ്മുടെ നിപ്പിൾ ഡാർക്ക് ആയതുകൊണ്ട് അത് പിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ DIYs ഫോളോ ചെയ്യുന്നവരുടെ ഇത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വജൈനൽ ഏരിയ ഡാർക്കൻ ആയതുകൊണ്ട് അവിടെയും DIYs. പക്ഷേ ഇതെല്ലാം സെൻസിറ്റീവ് ഏരിയാസ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിൽ അവിടെയൊക്കെ ഇച്ചിരി ഡാർക്കൻ ആയിരിക്കും. നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവിടെ വൈറ്റ് കളറിലൊക്കെ ഇരിക്കുന്നത് അവർ ഇഞ്ചക്ഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുത്തിവെച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത്. നോർമലി ഇന്ത്യൻ സ്കിന്നിൽ ഇതൊക്കെ ഡാർക്കൻ ആയിരിക്കും. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. അടുത്ത് പറയാൻ പോകുന്നത് ഹെയർ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു പ്യൂബർട്ടിയിലൊക്കെ എത്തുമ്പോഴത്തേക്കും, നമ്മളൊരു മെൻസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും, കൗമാരപ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരഭാഗത്ത് ഹെയർ ഗ്രോത്തിൻ്റെ വളർച്ച തുടങ്ങും. നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മുടെ അണ്ടർ ആംസിൽ, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ, അങ്ങനെ ഓരോ ഭാഗത്തും ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പിന്നെ നമ്മുടെ നിപ്പിൾ ഏരിയയിലൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. എനിക്കും ഈ നിപ്പിൾ ഏരിയയിൽ ചെറിയ ഒരു 5 മുടിയൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഏരിയയിലൊക്കെ മുടിയുള്ളവരുണ്ട്, സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഈ മീശയൊക്കെ വരുന്നത് ഹോർമോണൽ ഇംബാലൻസ് അല്ല PCOD ഒക്കെ ഉള്ളവർക്ക് മീശയും ചെറിയ താടികളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ നോർമലായിട്ട് ചെറിയ നമ്മുടെ മുഖത്തൊക്കെ ഉള്ള പോലത്തെ രോമം വരുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ പുറത്ത് വരാം, അല്ലെങ്കിൽ കാലിലൊക്കെ നല്ലപോലെ രോമം വരുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോമം വളർന്നു കഴിഞ്ഞാൽ നമുക്കത് ഇച്ചിരി ട്രിം ചെയ്ത് വിടാവുന്നതാണ്. ഷേവ് ചെയ്യാവുന്നതുമാണ്. നമ്മൾ റേസറൊക്കെ വെച്ചിട്ട് നമുക്ക് ഷേവ് ചെയ്ത് കളയാം. പക്ഷേ അത് ഇച്ചിരി കൂടെ നമ്മൾ ഡാർക്കൺ ആക്കുകയാണ് ചെയ്യുക.
കാരണം അവിടെ ഫ്രിക്ഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഒരു ഡാർക്കനായി മാറും. നമ്മുടെ അണ്ടർ ആംസിലാണെങ്കിൽ നമുക്ക് വാക്സിങ് ആണ് ഇച്ചിരി കൂടെ നല്ലത്. വാക്സിങ് പറ്റാത്തവർക്ക് നമ്മൾ റേസർ ഉപയോഗിച്ച് അത് ഷേവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോഴും ഈ ഫ്രിക്ഷനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താണ് ആ ചെറിയ ചെറിയ രോമങ്ങൾ കിളുത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് വീണ്ടും ഉരസിലുണ്ടായിട്ട് നമുക്കത് വീണ്ടും ഡാർക്കനായി പോകും. നമ്മുടെ ബോഡി ടൈപ്പ് വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് സൈസും ഷേപ്പും ഒക്കെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വജൈനൽ ഏരിയ. ഈ വജൈനൽ ഏരിയയും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വജൈനാസ് ഉണ്ട്. ചിലരുടെ ലിപ്പ് വലുതും അല്ലെങ്കിൽ ആ സൈഡ് ഭാഗം ഇച്ചിരി കട്ടി കൂടിയതും അല്ലെങ്കിൽ അതിൻ്റെ ലിപ്പ് ചെറുതായിട്ടുള്ളതും അങ്ങനെയൊക്കെ വ്യത്യസ്ത ഷേപ്പും സൈസിലൊക്കെയാണ് നമ്മുടെ വജൈന ഓരോരുത്തർക്കും വരുന്നത്. ഷേപ്പ് എന്താണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കണം. എങ്ങനെയാണ് നമ്മുടെ വജൈന ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ ഷേപ്പ് എങ്ങനെയാണ്. നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നേക്കഡായിട്ട് പോയി നിന്നിട്ട് നിങ്ങൾ വിശദമായിട്ട് നോക്കുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ബ്രസ്റ്റൊക്കെ ഓരോ മാസത്തിലും എന്തെങ്കിലും മുഴകളുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ നമ്മുടെ ബോഡി ടൈപ്പിനെ എന്താണ് അല്ലെങ്കിൽ ബോഡി എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. എല്ലാ ഭാഗത്തും സ്പർശിച്ച് നോക്കണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആരും ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എങ്ങനെയാണ് എൻ്റെ ശരീരം ഇരിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ഇടയ്ക്ക് നോക്കുക. അപ്പോഴാണ് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. എല്ലാവരും ഒത്തിരി പൂർണ്ണരല്ല. പിന്നെ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുന്ന മനുഷ്യരൊക്കെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിവെപ്പൊക്കെ എടുത്തിട്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും ഒരു ഷേപ്പും കളറും ഒക്കെ ദൈവം തന്നിട്ടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. പറ്റുന്നിടത്തോളം കുറച്ച് ഫേസ് പാക്കും ഇതൊക്കെ നമുക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഓർഡറിലും നമ്മുടെ സ്മെല്ലിലും വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ ടൈപ്പ് സ്മെല്ലുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛൻ്റെ ഷർട്ടിൽ ഒന്ന് മണത്ത് നോക്കി കഴിഞ്ഞൊരു സ്മെല്ലായിരിക്കും, അമ്മയ്ക്കൊരു സ്മെല്ലുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. അതേപോലെ നമുക്കൊരു സ്മെല്ലുണ്ട്. നിങ്ങളെ തന്നെ ഒന്ന് മണത്ത് നോക്കുക. നമ്മുടെ വജൈനൽ ഏരിയയിലൊരു സ്മെല്ലുണ്ട്. നമ്മൾ ഓരോ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വജൈനൽ ഏരിയയുടെ സ്മെല്ല് വ്യത്യാസം വരും. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ അണ്ടർ ആംസിലൊക്കെ സ്മെല്ല് ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു വൃത്തികെട്ട സ്മെല്ലൊക്കെ ആണെങ്കിൽ നമ്മളൊരു പെർഫ്യൂമോ അല്ലെങ്കിൽ ഇത് മാറ്റാനുള്ള ഓരോ റോൾ ഓൺസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ വജൈനൽ ഏരിയയിലെ സ്മെല്ല് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിൽ സ്മെല്ലിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇനി അവിടെ പോയിട്ട് റോൾ ഓൺസും അല്ലെങ്കിൽ പെർഫ്യൂംസ് ഒന്നും അടിക്കരുത്. കാരണം അവിടെ നല്ല നല്ല ബാക്ടീരിയാസ് ഉണ്ട്. കാരണം നമ്മളെ വജൈന എന്ന് പറയുന്ന ഒരു സെൽഫ് ക്ലീനിങ് മെക്കാനിസം ഫോളോ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഈ വാക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളവിടെ ഓരോന്ന് ഉപയോഗിക്കുന്നത് മോശയ്ക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ് അവിടുത്തെ നല്ല ബാക്ടീരിയയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഏരിയ നല്ല വെള്ളം ഉപയോഗിച്ച് കഴുകുക മാത്രം ചെയ്താൽ മതി. നമുക്കതിൻ്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ അത് മുൻപിൽ നിന്ന് പുറകിലോട്ടാണ് കഴുകേണ്ടത്. കാരണം നമ്മുടെ മലദ്വാരവും വജൈനയും തമ്മിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മലദ്വാരത്തിലെ അണുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വെള്ളം സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വയ്ക്കുക. പിന്നെ നമ്മൾ പാഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 4 മണിക്കൂറിന് ഇടവിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ അത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ് PMS എന്ന് പറയുന്നത്, പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത്. നമുക്ക് ഈ പീരിയഡ്സിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്ക് അമിതമായ ദേഷ്യം ഉണ്ടാവാം, സങ്കടം ഉണ്ടാകാം, അല്ലെങ്കിൽ കാലുവേദന, നടുവേദന, വയറുവേദന, ഈ ബ്രസ്റ്റിന് വേദന, അല്ലെങ്കിൽ വയറ് വീർക്കുക, ഇതൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് നമുക്ക് അടിവയറ്റിലും നടുവിലും ഒക്കെ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വേദനയും അമിതമായിട്ടുള്ള ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.
പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ഒരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലൊക്കെ കൂടുതൽ രോമങ്ങൾ വളരാൻ തുടങ്ങും. പിന്നെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് വരാൻ തുടങ്ങും. നമ്മുടെ മാറിടമൊക്കെ ഇടിഞ്ഞു തൂങ്ങാനൊക്കെ തുടങ്ങും. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ആരും നാണക്കെടേണ്ട ആവശ്യമേ ഇല്ല. അറിയാൻ മടിക്കുന്ന കാര്യമാണ് നമ്മുടെ ബട്ടക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തൊടയുടെ ഇടയ്ക്ക് ഈ ഒച്ചേനൽ ഏരിയയുടെ സൈഡിലൊക്കെ ആയിട്ട് പിമ്പിൾസ് വരുന്നത്. ഇത് സ്വാഭാവികമാണ്. നമ്മുടെ ഈ ഫോളിക്കുലൈറ്റീസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മുടെ ഈ ഫ്രിക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വരാം. നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള അണ്ടർവെയേഴ്സ് ഒക്കെ ധരിക്കുമ്പോഴൊക്കെ ഈ പിമ്പിൾസ് വരാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് ഹൈജീനിക്ക് അല്ലെങ്കിൽ ഈ ലൂസായിട്ടുള്ള വസ്ത്രം ഇടുക, പിന്നെ നനഞ്ഞ ഡ്രസ്സ് ഇടാതിരിക്കുക, പിന്നെ നമ്മൾ ഒക്കെ അടിഞ്ഞു കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി അണ്ടർവെയർസ് മാറ്റുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മാറുന്നതാണ്. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഭയങ്കര വേദനയും അടുപ്പിച്ചടുപ്പിച്ചൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ മറക്കരുത്. ഇതൊന്നാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. നമ്മൾ മൂത്രത്തിൽ പഴുപ്പൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇപ്പം നമ്മൾ ഈ സീറ്റ് കവറൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ പബ്ലിക് ടോയ്ലറ്റിൽ പോയിട്ട് പീ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഇതിൻ്റെ അകത്ത് ആ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തിലോട്ടാണ് നമ്മൾ പീ ചെയ്യുന്നത്. ചിലപ്പം നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പൊങ്ങിത്തെറിച്ച് നമ്മുടെ വജൈനൽ ഏരിയയായിട്ട് വരാം. എന്നിട്ട് നമുക്ക് UTI ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നിലത്ത് ഇരുന്നിട്ടാണ് മൂത്രം ഒഴിക്കുന്നതെങ്കിൽ പോലും എന്താണ് ഇത് അവിടെ നിന്ന് നമ്മുടെ വജൈനൽ ഏരിയയിലോട്ട് അല്ലെങ്കിൽ വോൾവ് ഏരിയയിലോട്ട് പകർന്ന് നമുക്ക് എന്താണ് ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകും. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ വെറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുക, അടുപ്പിച്ചടുപ്പിച്ച് അണ്ടർവെയർസ് മാറ്റാതിരിക്കുമ്പോഴൊക്കെ ഇതുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ട് എല്ലാവരും നല്ല വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ബോഡി ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്യണം. എവിടെയൊക്കെ എന്തൊക്കെയാണ് എല്ലാ ബോഡിയിലും എല്ലാ പാർട്ടിലും ടച്ച് ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ പെയിൻലെസ് ആയിട്ടുള്ള മുഴകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തോടു കൂടി നമ്മൾ കൈ ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്